ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ്, മെയിൻ റോഡ്, വടക്കാഞ്ചേരി. ഫോൺ നമ്പർ 9744335592. വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്താനെത്തിയ നിർമ്മാണ തൊഴിലാളിയുടെ വോട്ട് സംബന്ധിച്ച തർക്കം NDA സ്ഥാനാർത്ഥിയുടെ പ്രതിഷേധത്തെ തുടർന്ന് പരിഹരിച്ചു. വടക്കാഞ്ചേരി പാലപ്പറമ്പിൽ സജീവൻ വോട്ട് ചെയ്യാനെത്തിയപ്പോഴാണ് അദ്ദേഹം നേരത്തെ പോസ്റ്റൽ വോട്ട് രേഖപ്പെടുത്തിയതായി ഉദ്യോഗസ്ഥർ അറിയിച്ചത്. എന്നാൽ താൻ വോട്ട് ചെയ്തിട്ടില്ലെന്ന് സജീവൻ ഉറപ്പിച്ച് പറഞ്ഞതോടെ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബുവും പ്രവർത്തകരും പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു. പോലീസും BJP പ്രവർത്തകരും തമ്മിൽ വാക്കുതർക്കവും ഉണ്ടായി. അടച്ചിട്ട് പ്രശ്നം സജീവൻ എന്ന് പേരുള്ള പോലീസുകാരൻ പോസ്റ്റൽ വോട്ട് ചെയ്തതിലെ സാങ്കേതിക പിഴവാകാം ഇതെന്നാണ് പ്രാഥമിക നിഗമനം. സജീവനെ വോട്ട് ചെയ്യാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് സ്ഥാനാർത്ഥി ഉല്ലാസ് ബാബു, BJP ജില്ലാ സെക്രട്ടറി വിപിൻ കൂടിയേടത്ത് എന്നിവർ ബൂത്തിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ഇതിനിടെ തെരഞ്ഞെടുപ്പ് നിരീക്ഷകൻ ഭഗൻ ബാബു സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. പ്രതിഷേധം ശക്തമായതോടെ പോലീസ് ബലപ്രയോഗത്തിലൂടെ പ്രവർത്തകരെ ബൂത്തിന് മുന്നിൽ നിന്നും നീക്കം ചെയ്തത് ചെറിയ തോതിൽ സംഘർഷത്തിനിടയാക്കി. തുടർന്ന് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ MC അനുപമൻ സ്ഥലത്തെത്തി നടത്തിയ ചർച്ചകൾക്കൊടുവിൽ സജീവിനെ ടെൻഡർ വോട്ട് ചെയ്യാൻ അനുവദിച്ചു. സംഭവത്തിലുണ്ടായ വീഴ്ച പരിശോധിക്കുമെന്നും കർശന നടപടി സ്വീകരിക്കുമെന്നും ഉദ്യോഗസ്ഥർ ഉറപ്പ് നൽകിയതോടെയാണ് പ്രതിഷേധക്കാർ പിരിഞ്ഞുപോയത്. കമ്മീഷന്റെ നിർദ്ദേശം അല്ലെങ്കിൽ നമ്മുടെ ആവശ്യം എന്തായിരുന്നു? സജീവൻ എന്ന് പറയപ്പെടുന്ന വോട്ടർക്ക് പകരം വോട്ട് ചെയ്ത വ്യക്തി ആരാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടണം. 2, ആ ഉദ്യോഗസ്ഥൻ ചെയ്ത തെറ്റിന് സജീവന് വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് ഒരു കാരണവശാലും പറയാൻ പറ്റില്ല. 3ാമത്തെ ഒരു കാര്യം, ഒരു ആള് പറയുന്നു ഇത് വയ്യാത്ത ഒരാളുടെ വോട്ടാണ് മാറി വന്നത്. പറയുന്നു അത് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പറ്റിയ തെറ്റാണ്. പോലീസ് ഉദ്യോഗസ്ഥൻ ഇതിനകത്തൊരു കാര്യം ഇങ്ങനെ ക്രമ നമ്പർ തെറ്റിക്കൊടുത്താൽ അത് കൃത്യമായി പരിശോധിക്കാൻ അവിടെ സംവിധാനമില്ല എന്ന് വേണ്ട ഇത് നമ്മൾ മനസ്സിലാക്കാൻ. ഈ കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഇതിനകത്ത് പ്രതികരിക്കാൻ മാർഗമില്ല. എന്താണ് ഞങ്ങൾക്ക് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായത്? 3 മണിക്കൂർ നേരമായി ഞങ്ങൾ ഇതിന് പിന്നാലെ നടക്കുന്നു. ആദ്യം 11:30 പറഞ്ഞു, അത് കഴിഞ്ഞ് പിന്നെ 12 പറഞ്ഞു, പിന്നെ റിപ്പോർട്ട് കൊടുക്കട്ടെ എന്ന് പറഞ്ഞു. കളക്ടറെ ഞാൻ ബന്ധപ്പെട്ടിരുന്നു, ഞാൻ ബന്ധപ്പെട്ടിരുന്നു. കുറെ കഴിഞ്ഞാലാണ് അദ്ദേഹത്തെ ഒന്ന് കിട്ടുക. AROട് ബന്ധപ്പെട്ടിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് അവർ പറയുന്നത് ഈ എടുത്ത ഉദ്യോഗസ്ഥനെതിരെ, പോലീസ് ഉദ്യോഗസ്ഥൻ എന്നാണ് ഇവർ പറഞ്ഞത്. ആ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ ക്രമ നമ്പറിൽ മാറ്റി വോട്ട് ചെയ്തതെങ്കിൽ ആ വോട്ടിനെ കൃത്യമായിട്ട് നടപടികൾ ഉണ്ടാവും. നമുക്ക് ആ വോട്ട് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. അതൊരു ഉദ്യോഗസ്ഥൻ ചെയ്യാൻ പാടില്ലല്ലോ. അയാൾ കൃത്യമായി ബോധ്യപ്പെടുത്തേണ്ട കാര്യമല്ലേ. പിന്നെ ഈ കാര്യത്തിന് മാന്യമായിട്ട് ഞങ്ങൾ ഈ സംസാരിക്കുന്ന സമയത്ത് അതിന് മുമ്പിൽ ഇതിനെ പിടിച്ച് തള്ളല്, ഇതിന് സീൻ ഉണ്ടാക്കാനല്ലല്ലോ പോലീസ് ശ്രമിക്കേണ്ടത്. ഒരു വിഷയം കൃത്യമാണ്. ഞാൻ ഉന്നയിക്കുന്ന വിഷയം വളരെ കൃത്യമാണ്. ഒരാളുടെ ജനാധിപത്യ അവകാശത്തെ ചോദ്യം ചെയ്യാൻ ഒരാളും തയ്യാറില്ല. അതുകൊണ്ട് ഇപ്പൊ അവർ പറഞ്ഞിരിക്കുന്ന നടപടികൾ എത്രയും പെട്ടെന്നുണ്ടാവും, സർക്കാർ നടപടി ഉണ്ടാവും. ഒപ്പം തന്നെ ആ പോലീസ് ഉദ്യോഗസ്ഥരാണ് ചെയ്തതെങ്കിൽ ആ കാര്യം ബോധ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിനെതിരെയുള്ള മറ്റുള്ള നടപടികൾ ഉണ്ടാവും. നമ്മൾ വോട്ട് ചെയ്യാനുള്ള അവസരം അപ്പൊ അദ്ദേഹം ഒരുക്കിയിട്ടുണ്ട്. വോട്ടർ അങ്ങോട്ട് ഉള്ളിൽ പോയിട്ടുണ്ട്, അദ്ദേഹം വോട്ട് ചെയ്യും.